ഹലോ ഗെയ്സ്, ചിക്കൻ മോമോസ് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയും ലേശം ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ നോർമൽ വാട്ടറിൽ ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നല്ലോണം സോഫ്റ്റ് ആവുന്നവരെ നന്നായി ഒന്ന് കുഴച്ചെടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നോർമൽ വലുപ്പത്തിലുള്ള 2 സവാള എടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കന് ഉപ്പും എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാൻ. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുത്ത് അതും ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ സോയാ സോസും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ മാവെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലെ ചെറിയ ബോളുകളാക്കി എടുത്തു. ഇങ്ങനെ ബോളുകളാക്കിയ ഓരോ ഉരുളയും എടുത്തിട്ട് ഒരു പ്രസ് വെച്ചിട്ട് ഒന്ന് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന വരെ ഒന്ന് അമർത്തിയെടുത്തു. അതിലേക്ക് ഫില്ലിങ്സ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫില്ലിങ്സും കൂടി ചേർത്തിട്ട് പിന്നെ ഇങ്ങനെ ഈ ഷേപ്പിന് വേണം നമ്മൾ ഇതൊന്ന് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മോമോസിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പല ഷേപ്പിലും ഇത് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ പിന്നെ മറ്റേ പൂവട ഉണ്ടാക്കുന്ന ആ ഷേപ്പിലും എല്ലാം നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഈ ഷേപ്പിലാണ് ചെയ്ത് എടുക്കുന്നത്. ഇങ്ങനെ ഫില്ലിങ്സ് നിറച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് വേണം നമ്മൾ ഇത് വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് അങ്ങനെ ഫില്ലിങ്സ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാനിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ വെള്ളം ഞാൻ ഇവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ മോമോസൊക്കെ ഇട്ടിട്ട് നന്നായി ആവി കയറ്റിയെടുക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവും. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.